അപ്പോൾ നമ്മളുള്ളത് മനീസ് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഈ ഏരിയ ഫുള്ള് ഷോപ്പിൻ്റെ സാധനങ്ങളാണ്. പൈസ പറയും നമ്മളെല്ലാം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞു കിട്ടും, കൈപോലെ ഉണ്ടാവും. അതേ കേസ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വരുന്നവരോടൊക്കെ ശ്രദ്ധിച്ച് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. പ്രത്യേകിച്ച് മലയാളികളാണെന്ന് പറഞ്ഞാൽ ചെരുപ്പ് നമുക്ക് ലാസ്റ്റ് പോകുമ്പോൾ വാങ്ങണം. കാരണം എന്താണെങ്കിൽ മറ്റേ ചെരുപ്പ് ഇപ്പം എടുക്കണം മുത്തേ. എനിക്ക് പിന്നെ അവൻ കൊണ്ട് അങ്ങനെ നടക്കേണ്ടി വരും. എനിക്ക് ചെരുപ്പ് നമ്മൾ റൂമിൽ പോകാൻ നേരത്തെ വാങ്ങാം. കാരണം എന്താ പറയുക, പിന്നെ അവൻ കൊണ്ട് നടക്കേണ്ടി വരും. ഷൂ എപ്പോൾ എടുക്കണില്ല, പിന്നെ പിള്ളേരൊക്കെ എടുക്കാം. ലോക്കൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പ്. ഓ അടിച്ച അടിപൊളി സാധനം. ചെരുപ്പ് മേടിക്കണില്ല നിങ്ങൾ? ഞങ്ങള് കേരളത്തിലേക്ക് പോവുകയാണ്. തിരിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഭയങ്കര റേറ്റ് ആണ്. എത്ര പറഞ്ഞേ? ജാസ്തി അപ്പൊ ഇങ്ങനത്തെ എടുത്തോളാം. എല്ലാ വ്ളോഗും ഉണ്ടാവും. മലയാളികളാണ് കൂടുതലും പറ്റിക്കപ്പെടുക. നമ്മളെ കൂടെ ഉള്ള എന്താ പറഞ്ഞേ ഗാണ്ടുകൾ ഞങ്ങൾ ഓടുന്നേ. ഞങ്ങളെ റൂമിന്റെ അവിടെ നമ്മൾ വണ്ടി വിളിച്ചത്. വണ്ടിക്കാരൻ നമ്മളെ നല്ല ചാമ്പലായി. 1 കിലോമീറ്റർ പോകുന്നതിന് 200 രൂപ മേടിച്ചു. എന്നിട്ട് 700 മീറ്റർ പോകുന്നതിന് ഞങ്ങളെ 200 രൂപ മേടിച്ചു. ഞങ്ങൾ മഹേഷ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് കണ്ടോടി മക്കള്. ഇത്രയും ട്രാഫിക്കിനിടയിൽ സുഖമായിട്ട് കിടക്കാണ്. കണ്ടോ ഒരാള് കിടക്കണ്. അദ്ദേഹത്തെ സമ്മതിച്ചു. പൂക്കി വണ്ടി വന്നു. ഞങ്ങൾ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ദൂരെയാണ്. ഞങ്ങളെ റൂമിലോട്ടാ പോയി. നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ കറിയും നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും റൂമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ ഞങ്ങൾ പോകണത്. കാരണം ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് ഇറങ്ങിയതാണ്. ചോദിക്കാം 500 മലയാളിയാണല്ലോ. ആണ്ടോ വെറുതെ റേറ്റ് വെച്ച് പോകാതിരിക്കണം. മലയാളം എടുക്കണം. വീഡിയോയിൽ വിലൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങിനായിരുന്നു. അവിടെ താമസം നമ്മൾ ചങ്ങായി നമ്മളെ അതിന്റെ പള്ളിന്റെ ബാക്കിലുള്ള നമ്മളെ ഈ ഇപ്പൊ പോയല്ലോ. ഓരോരുത്തരുടെ ഞങ്ങളല്ലോ അല്ല പഠിക്കുന്നില്ലല്ലോ. അല്ല കഴിഞ്ഞ പഠിച്ചു കഴിഞ്ഞാ ഞായറാഴ്ച വെറുതെ ഇങ്ങനെ കറങ്ങാൻ വന്നാ. അത് പോണ്ടായിരുന്നു. ബാന്ദ്ര പിന്നെ കാർ റോഡ് ബാന്ദ്ര നോക്കിയാ. പിന്നെ പിന്നെ ഇവിടെ പോകേണ്ടി വരും. സൂറത്തിൽ നമുക്ക് ഒരു മലയാളീനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പടക്കം പൊട്ടി സൗണ്ടേക്ക് സാവിൽ ഒന്ന് ആയിരണ പ്രേക്ഷകർക്ക് എന്താണ് പറയുന്നത്? നമ്മളെ ഈ മുംബൈ ടൗണിനെ കുറിച്ച്. 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 മുംബൈ ടൗണിനെ കു
അടിപൊളിയാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആസ്വദിക്കാൻ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. തൊഴിലില്ലാത്ത കാരണം നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഭയങ്കര ഹോണടിയാണ്. ഓണടിയാണ് ഹോണടി ആൾക്കാരൊക്കെ എടങ്ങേറിയാണ്. ചോടിങ്ങനെ ചോറ 24 മണിക്കൂർ ഫുള്ള് എൻജോയ് ചെയ്യ. രാവിലെ രാത്രിയാണ് അവിടെ നിൽക്ക് ഇജ്ജിത്ര അങ്ങോട്ട് വരുന്നേ. മുംബൈ ടൗണിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾക്ക് നമ്മളെ എക്സ്പീരിയൻസ് പറയാലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പക്ക നീറ്റ് ആൾക്കാരുടെ കാരണം എല്ലാവർക്കും അവനാന്റെ കാര്യം എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന ആൾക്കാർ നമ്മളെ കാര്യം നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ ഇപ്പൊ ഈ പുറത്ത് ഇപ്പൊ വേറുള്ള നാട്ടിൽ ഈ ചില ഇപ്പൊ നമ്മൾ ഈ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടെന്ന് പറയില്ല. ഓക്കെ, പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വലിയ മോശമൊന്നുമില്ല. മോശമില്ല. അഫോർഡ് നമ്മുടെ നാട്ടിലേനായിട്ട് ഈ ചില്ലറ കുറച്ച് പൈസ കൂടും. എന്നാലും നമ്മുടെ കേരളത്തിലെ ഏകദേശം ടേസ്റ്റ് ആ ലെവലായിട്ട് കിട്ടൂല. പക്ഷെ ചില സാധനം കേരളത്തിൽ ടോപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ചില ടാക്സിക്കാരൊക്കെ ചില ആൾക്കാർ പറ്റിച്ച് നേരെ നമ്മൾ ഒരു ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരാളോട് ഒറ്റയടിക്ക് ചോദിച്ചിട്ട് അങ്ങനെ ഇത് പോരുത്. എല്ലാവരോടും ബാർഗെയിൻ ചെയ്ത്. ഇപ്പൊ ഞങ്ങളിപ്പോ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആ ടാക്സിക്കാരൻ പക്ക 100 റുപ്യ 100 അതേ സ്ഥാനത്ത് വേറെ ടാക്സിക്കാരൻ 300 റുപ്യ പറഞ്ഞു. ആ 300 റുപ്യ പറഞ്ഞ സ്ഥാനത്ത് ഇയാൾ 100 റുപ്യക്ക് പോകുന്നുണ്ട്. കാരണം നല്ല ആൾക്കാരും ഉണ്ടാവും, ചീത്ത ആൾക്കാരും ഉണ്ടാവും. ബാർഗെയിൻ ചെയ്യേണ്ട സ്ഥലത്ത് ബാർഗെയിൻ ചെയ്യാൻ നമ്മളവിടെ മടി കാണിച്ചിട്ട് കാര്യമില്ല. ഒരു പുറത്തുനിന്നുള്ള ആൾക്കാരാകുമ്പോൾ പോലും എന്ത് ചെയ്യും, കൂടുതൽ പൈസ ചോദിച്ചു നമ്മളെ പിയാൻ നോക്കും. നമ്മളെ പിള്ളേര് ഇതെടുക്കാൻ പോയതാണ്, ചെരുപ്പ് എടുക്കാൻ പോയത്. ചെരുപ്പ് എടുക്കുക. എത്ര പറഞ്ഞേ? ബാർഗെയിൻ നടക്കൂല. കൂട്ടി പറയണേ. അപ്പോൾ ഇരുട്ടാട്ടോ അവിടെ. നമ്മളെ റൂം കാണിച്ചു തരാം. റൂമൊക്കെ പോകാനുള്ള വയ്യാതല്ലോ. ലിഫ്റ്റ് വയ്ക്കില്ല. നമ്മളെ നാട്ടിലെ ഒരു മാതിരില്ല. ഇതൊരു പഴയ ഒരു ലുക്കാണ്. 2-3 ആൾക്കാർക്ക് മിനിമം പോകാൻ പറ്റുള്ളൂ ലിഫ്റ്റിൽ. ഫസ്റ്റത്തെ ഇത് ഇങ്ങനെ ആക്കുക ഉണ്ടോ, പിന്നെ ഇത് ഉള്ളോട്ട് ഇങ്ങനെ ആക്കുക. അത് സംഭവം കൈ കൊണ്ട് ഇങ്ങനെ ആക്കാൻ മാത്രം. നമ്മൾ മേലേക്ക് എത്തും ഉണ്ടോ. ഫാനൊക്കെ നോക്കിയാൽ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, പെട്ടെന്ന് ലോക്കാകുമ്പോൾ ഈ ഫാൻ ഇങ്ങോട്ട് തക്കാം. ഞങ്ങളെ മേലേക്ക് പോവാണ്. കണ്ടു ഓട്ടോമാറ്റിക് ഫാൻ കറങ്ങും.